ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഇന്ത്യൻ സർക്കാർ ഒരു വലിയ പദ്ധതി തയ്യാറാക്കുന്നു. ഒരു വൻ സംരംഭമാണ് വരുന്നത്. അത് വെച്ച് ഈ പറയുന്ന രാജ്യത്തിനകത്തുള്ള ക്ഷുദ്രശക്തികളെ ചെറുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്താണ് ഈ പദ്ധതി, എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക? അതായത് നമുക്ക് 2.5 ശത്രുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞത് നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്താണ്. ഇത് കൂടാതെ ഈ കഴിഞ്ഞ ഇടക്ക് നമ്മുടെ പെഹൽഗാം അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന സൈനിക മേധാവി വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പലതവണ പറഞ്ഞിട്ടുള്ളത് ഈ 2.5 ആണ്. ഇതിൽ 0.5 എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ്. ഏറ്റവും ഭീകരർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതും ഇത് തന്നെയാണ്. കാരണം പ്രത്യക്ഷത്തിൽ 2 ശത്രുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരക്ക് നേരെ നിൽക്കുന്നത് നമുക്കറിയാവുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയുക എന്ന് പറയുന്നത് ആരായിരിക്കാം എന്നുള്ളത് വലിയ വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ വലിയ എന്തെങ്കിലും ഒരു തരത്തിൽ കേസോ അറസ്റ്റോ ഒക്കെ ഉണ്ടാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ നാട് കടന്നുകൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ 0.5 എന്ന് പറയുന്നത് വിഘടനവാദികൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ഇത്തരത്തിൽ രാജ്യദ്രോഹികളായി പ്രവർത്തിക്കുന്ന അർബൻ നക്സലുകൾ ഉണ്ടാവാം, മാവോയിസ്റ്റുകൾ ഉണ്ടാവാം, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ടാവും. ചിലരൊക്കെ ആണെങ്കിൽ പുകമറയുടെ ഉള്ളിൽ ജീവിക്കുന്നവരാണ്. പ്രത്യക്ഷത്തിൽ രാജ്യത്തിന് വേണ്ടി എന്ന് പറയും, പക്ഷേ അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഒരു ചായ്വ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുകൂലമായിട്ടല്ല. കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു, മുൻപുണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ ആർക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചടിക്കേണ്ട സമയത്ത് പോലും തിരിച്ചടിക്കാതെ പോയത് എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മതമൗലികവാദികളുണ്ട്, അങ്ങനത്തെ സംഘടനകളുണ്ട്. അതിനെല്ലാം അവരൊക്കെ കൂടിയാണ് നമ്മളെ ശത്രു. അപ്പോൾ അവരെ കൂടി തീർത്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പുറമേയുള്ള ശത്രുക്കളെ നമ്മൾ 1, 2, 3 പറഞ്ഞിട്ട് തീർക്കാൻ നേരക്ക് നേരെ നിന്ന് നമുക്ക് തീർക്കാം. പക്ഷെ ഇവരെ തീർക്കണമെങ്കിൽ വളരെ എന്താ പറയുക, ദുർഘടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് സമയത്തും എന്തും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാം. അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ 0.5 ശത്രുക്കളെ നേരിടാനായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ചാണ് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഇത് മുന്നേ തന്നെ കാലേ കൂട്ടി ഇതെല്ലാം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി രൂപം കൊടുത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തൊക്കെ അതിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നതാണ്. അതായത് 2018 ദേശീയ സുരക്ഷ നയത്തിന്റെ ഭാഗമായിട്ട് 2018 അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഒരു മേൽനോട്ട സമിതിയാണ് ഇതിനുള്ള തന്ത്രങ്ങളൊക്കെയും ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ തന്ത്രം പ്രകാരം മുൻ സൈനിക ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ നേതൃത്വം സ്ഥിരമായി പ്രതിരോധ നവീകരണ, സാങ്കേതിക മുന്നേറ്റം, സൈബർ ശേഷി, നമ്മുടെ സൈബർ മികവ്, ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഭീഷണികൾ, ഹൈബ്രിഡ് ഭീഷണികൾ ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ തകർക്കാനുള്ള നീക്കങ്ങൾ, ഇതിനെയൊക്കെ ഇല്ലാതെയാക്കാനുള്ള ഒരു മേൽനോട്ട സമിതിയാണ് 2018 അജിത് ഡോവലിനെ തലപ്പത്തിരുത്തിക്കൊണ്ട് ഒരു സമിതിയെ രൂപീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവരെല്ലാം മുൻകൂട്ടി കണ്ട് വിവരങ്ങളൊക്കെ കൊടുത്ത് എത്തേണ്ടടുത്ത് വിവരങ്ങളൊക്കെ എത്തിച്ച് ഇവരുടെ നീക്കങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവരുമായി സംസാരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ അവിടെ തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അതായത് നേരിട്ടൊരു ഏറ്റുമുട്ടലോ അങ്ങനെയൊന്നുമല്ല, വളരെ സമാധാനപരമായിട്ട് തന്നെ ചർച്ച, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങൾ, ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചിലർ ഇറങ്ങി പുറപ്പെട്ട് കളയുന്നതായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സംസാരിച്ച് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമിതി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമിതി ആക്റ്റീവായി പ്രവർത്തിക്കുന്നതിന് മറ്റ് ഏജൻസികളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച് ആക്റ്റീവ് ആക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സുരക്ഷയും മറ്റുള്ളവരും എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ലോ ആൻഡ് ഓർഡർ ഒക്കെ നോക്കുന്ന പോലീസ് ആണ്. അപ്പോൾ അത് കൂടാതെ തന്നെ മറ്റൊരു സമിതി കൂടി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി സംരക്ഷിക്കപ്പെടുകയാണ്. ഇപ്പം നമുക്ക് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല സംസ്ഥാനങ്ങളിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെൻസി
പ്രക്ഷോഭത്തിന് കണക്കായിട്ടൊരു പ്രക്ഷോഭം ലഡാക്കിൽ കഴിഞ്ഞ ദിവസം നടന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൂട്ടി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വരും വരായികകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതൊക്കെ നിരീക്ഷിച്ച് കണ്ടെത്തി അതിനുള്ള പരിഹാരം ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ 2018 മോദി സർക്കാരൊക്കെ ആലോചിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഡിസംബർ മാസത്തോടു കൂടി ഈ ഒരു പുതിയ സമിതി അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി സർക്കാർ നടപ്പാക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിദേശ ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര ശക്തികളിൽ നിന്നോ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഒക്കെ എതിരെ ഉണ്ടാകുന്ന ഭീഷണികളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും പ്രതികരിക്കണമെന്നും കൂടി. പ്രതികരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഒരുപക്ഷെ ഇപ്പോൾ സമാനമായി പറയാൻ പറ്റും, മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആരെങ്കിലും സംയമനം വിട്ടൊരു പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ കലാപം ഉണ്ടാകാനുള്ള സാധ്യത 100% ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവർ മാറ്റിവെച്ചു. അതായത് ആ ക്ഷേത്ര ജീവനക്കാരാവട്ടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ വിശ്വാസികളാവട്ടെ അവർ മാറ്റിവെച്ചത് കൊണ്ടാണ് അവിടെ വലിയ വിഷയം ഉണ്ടാകാതെ പോയത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ആരാണോ ഈ ഒരു പ്രൊപ്പഗാൻഡ തയ്യാറാക്കിയത് അവർക്ക് അവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയേനെ. അപ്പോൾ എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്ന് കൂടി വിശദീകരിക്കുന്ന ഒരു ദേശീയ സുരക്ഷാ തന്ത്രമാണ് ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. അതാണ് ഈ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പറയുന്നത്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. അപ്പോൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലൊരു നയം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പല സർക്കാരുകളും. പക്ഷേ പലരുടെയും ചിന്തയും പലരുടെയും താല്പര്യങ്ങളും മറ്റുള്ളതായതുകൊണ്ട് അത് വൈകിപ്പോയതാണ്. അപ്പോൾ അതിന് ആർജവമുള്ള ഒരു ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ പദ്ധതികളും നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സമഗ്രമായൊരു ദേശീയ സുരക്ഷാ പ്രതിരോധ തന്ത്രം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ അത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യസുരക്ഷയിൽ പോലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ പദ്ധതികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നയങ്ങളായിക്കോട്ടെ എല്ലാം എങ്ങനെയാണ്. ഇപ്പോൾ പോലും നമുക്ക് പഹൽഗാം നടന്നത് UPA സർക്കാരിൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ നമ്മൾ ആ അടിയും വാങ്ങി നമ്മുടെ സഹോദരന്മാരുടെ ജീവൻ ബലി കൊടുത്ത് അതിൽ കണ്ണീരിൽ മുങ്ങി നിൽക്കേണ്ടി വരുമായിരുന്നു. തിരിച്ചടിക്കാനുള്ള ഒരു കെൽപ്പ് ഇന്ത്യക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കാനേ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സർക്കാരൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ജവാന്മാരുടെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെയും ജീവൻ ബലി കൊടുക്കൽ മാത്രമേ അവിടെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കപ്പെടുകയാണ്. അവരുടെയൊക്കെ താല്പര്യങ്ങൾ മറ്റുള്ളതായിരുന്നു. അവർക്ക് പലർക്കും വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ ഡീപ് സ്റ്റേറ്റ് ഇവിടെ പലതരത്തിലുള്ള ജാഥകളും യാത്രകളും ഒക്കെ നടത്തുന്ന ചിലരുണ്ട്. ആ ചിലർക്ക് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ സഹോദരന്മാർ പിടഞ്ഞു വീണ് മതം ചോദിച്ച് വെടിവെച്ച് കൊന്നുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ ഒരു വേദനയുണ്ടല്ലോ, നമുക്കൊക്കെ തോന്നിയ ഒരു വേദന ഇവർക്ക് ആർക്കും തോന്നിയില്ല. തിരിച്ച് അറ്റാക്ക് നടത്തിയപ്പോൾ ഇവർക്ക് വേദനിച്ചു. കാരണം അവിടെ എത്ര മിസൈൽ പോയി, അവിടെ എത്ര പേരുടെ ജീവൻ പോയി, അതാണ് അവർ ചോദിച്ചത്. നമ്മുടെ ഇവിടെ 26 പേരുടെ ജീവൻ പോയതിനെ കുറിച്ച് അതിനൊരു മറുപടി കൊടുത്തതിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത പ്രതിപക്ഷമാണ്. അതിനൊപ്പം നിന്നിട്ടുള്ള ബാക്കി പ്രതിപക്ഷ പാർട്ടികളുമാണ്. അപ്പോൾ ഇവര് പാകിസ്ഥാനിന് തിരിച്ചടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ അതിന് അവർക്ക് നാവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് നാവില്ല എന്നുള്ളതല്ല, നാവുണ്ട്. ആ നാവ് അനങ്ങുന്നത് പ്രവർത്തിക്കുന്നത് ഇവർക്കൊക്കെ വേണ്ടി തിരിച്ചടി കൊടുക്കുമ്പോഴാണ് ഈ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഓട്ടമിട്ട് ഇല്ലാതെയാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ മെല്ലെ അറുത്തറുത്ത് മാറ്റുമ്പോഴാണ്, വേരറുത്ത് കഴിഞ്ഞാൽ ഏത് വലിയ വൃക്ഷമാണെങ്കിലും വീഴുമല്ലോ. അപ്പോൾ
അത് തന്നെയാണ് ഇതിലൂടെ ഈ ദേശീയ സുരക്ഷ പ്രതിരോധ തന്ത്രത്തിലൂടെ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും മോദി സർക്കാർ അധികാരത്തിന് വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് ദേശീയ സുരക്ഷാ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. സമഗ്ര ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ കരട് തയ്യാറാക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2018 അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം, അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിൽ ഈ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് രൂപം നൽകിയത്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇത്. ഭീഷണികളെയൊക്കെ മുൻകൂട്ടി കാണുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പ്രതിരോധ നവീകരണം, സാങ്കേതിക മുന്നേറ്റം, സൈബർ പ്രതിരോധ ശേഷി, ആഭ്യന്തര സുരക്ഷ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സുരക്ഷാ കൗൺസിൽ തന്നെ രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള സുരക്ഷാ വെല്ലുവിളികളെയും ഭീഷണികളെയും വിശദമായി മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് സുരക്ഷാ തന്ത്രത്തിന് രൂപം നൽകിയത്. നിലവിൽ ഇതിൻ്റെ അവസാനവട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് സത്യത്തിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഓരോ പൗരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്നത് നരേന്ദ്രമോദി സർക്കാരിന് കീഴെയാണ്. അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സുരക്ഷയുണ്ട്. ആ സുരക്ഷ ഒരിക്കലും മറ്റൊരു സർക്കാർ ആയിരുന്നപ്പോൾ കിട്ടിയിരുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ് BJP ആണ് RSS വൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് RSS വൽക്കരണമാണ്? ഏറ്റവും അധികം മദ്രസകൾക്ക് ഫണ്ട് നൽകിയ ഒരു സർക്കാരാണ് ഈ മോദി സർക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ ഒരു മദ്രസകൾക്ക്, ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, എന്തിനാണ് അത് നൽകുന്നത്? മോദി സർക്കാർ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുദ്രാ ലോൺ, ഒരു മുദ്രാ ലോണിന് വേണ്ടി നമ്മൾ കയറി പോവുകയാണ് ഒരു ബാങ്കിലേക്ക്, തരില്ല. പ്രത്യേകിച്ച് CPM പക്ഷമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണ് ആ ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഒട്ടും തരില്ല. അവർ കണ്ണടച്ച് പറയും. അവരുടെ നയം പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിക്ക് പേര് വരും. അപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പദ്ധതികളെയും ഒളിച്ചു വെക്കുകയാണ്. മോദി എന്ത് ചെയ്തില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അത് പറയേണ്ടത് തന്നെയാണ്, പറയുക തന്നെ വേണം. എന്നാലേ തിരുത്തി മുന്നോട്ട് ആ ഒരു സർക്കാരിന് പോകാൻ കഴിയുള്ളൂ. പക്ഷേ അത് പറയുമ്പോൾ ഇപ്പുറത്ത് ചെയ്തതുകൂടി പറയണം. അതാണ് മാന്യത. ചെയ്തതുകൂടി പറയണം. ഇത് ചെയ്തതുകൂടി പറയാതെ മറച്ചു വെച്ചുകൊണ്ട് പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി മാധ്യമങ്ങൾ കൃത്യമായിട്ടും ഒരു പ്രൊപ്പഗാൻഡ പ്രകാരം പ്രവർത്തിക്കുകയാണ് മോദി സർക്കാരിനെതിരെ. അപ്പോൾ ആ സർക്കാർ കൊണ്ടുവരുന്ന ഒരു സുരക്ഷയ്ക്ക് കീഴിൽ താമസിച്ചുകൊണ്ട് ഈ ഭാരതം എന്ന് പറയുന്ന ഈ മണ്ണിൽ നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് ഈ ഭാരതത്തിനെതിരെ നമ്മൾ ചിലർ എങ്കിലും മുദ്രാവാക്യം മുഴക്കുന്നുണ്ടെങ്കിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരെ വേരോടെ അറുക്കേണ്ടത് ഓരോരുത്തരുടെ, ഓരോ പൗരൻ്റെയും സുരക്ഷയ്ക്കും അവരുടെ കടമ കൂടിയാണ്. അവരുടെ സുരക്ഷയ്ക്കും അത് അനിവാര്യമാണ്. അങ്ങനെയുള്ളവരെ വെച്ച് പൊറുപ്പിക്കാൻ വയ്യ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് വരുന്നത്. എന്തായാലും ഇത് ഈ പറയുന്ന കൂട്ടർക്കൊക്കെയും പലരുടെയും നിർദ്ദേശപ്രകാരവും സോറോസിന്റെ പണം വാങ്ങിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ കൂട്ടർക്കൊക്കെ വലിയൊരു എന്താ പറയുക, അടിയായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.